തൊഴിലാളികളുടെ വിദഗ്ധ ചികിത്സയ്ക്കായി ജില്ലയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് ESIയിൽ നിന്നും റഫറൻസ് അനുവദിക്കണമെന്ന BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ ആവശ്യപ്പെട്ടു. ESI അംഗമാകാനുള്ള ശമ്പള പരിധി 30,000 രൂപയായി ഉയർത്തുക, പാതാളം ESI ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാതാളം ESI ആശുപത്രിയിലേക്ക് BMS യൂണിയൻ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർമാരാണെങ്കിലും മറ്റ് ഇതര സ്റ്റാഫുകളാണെങ്കിലും ഒക്കെ തന്നെ അവർ കേന്ദ്ര പാറ്റേൺ അനുസരിച്ചിട്ടുള്ള മതിയായ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ മാസം തോറും കൈപ്പറ്റുന്നവരാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി DA പോലും വിതരണം ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കുന്നില്ല. അവരുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇവിടെ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നേരെ മറിച്ച് ESI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഒരു ഗഡു DA പോലും കുടിശ്ശികയില്ലാതെ കൃത്യമായി അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും അതാത് മാസം തന്നെ വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. സർക്കാരിന്റെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടും ESIയിലെ ജീവനക്കാര് മാസം തോറും അവരുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗം, അവരുടെ വിയർപ്പിന്റെ ഒരു അംശം കൂടി നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം പടുത്തുയർത്തിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടത് ഈ സ്ഥാപനത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള, ഈ സ്ഥാപനത്തിൽ അംശാദായമടച്ച് അംഗത്വമെടുത്തിരിക്കുന്ന സാധാരണക്കാരായ ജീവനക്കാരോടാണ്. നമുക്കറിയാം, ഏതൊരു സ്ഥാപനവും അത് പ്രവർത്തിക്കുന്നതിന് വേണ്ട നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. ആ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ തന്നെ ആ സ്ഥാപനം എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം പൂർണ്ണതയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. യൂണിയൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ESI ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് BMS നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂണിയൻ പ്രസിഡന്റ് KS ഷിബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ധനീഷ് നീർക്കോട്, ട്രഷറർ KS ശ്യാംജിത്ത്, ഭാരവാഹികളായ AD അനിൽകുമാർ, G ബിനു, സജിത്ത് ബോൾഗാട്ടി, VG ബിജു, PS വിഷ്ണു, CP സുജിത്ത് എന്നിവർ സംസാരിച്ചു. ഏലൂരിൽ നിന്നും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സെമിലാൽ.